നമസ്കാരം. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തന്നെ EV ചാർജിങ് സ്റ്റേഷൻ്റെയും സോളാറിൻ്റെയും പുതിയൊരു എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ്. എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് മൈസൂരു നാഷണൽ ഹൈവേയിൽ കൽപ്പറ്റ എത്തുന്നതിന് മുമ്പ് 2 കിലോമീറ്റർ മുമ്പാണ് ഈ സ്ഥലം. വെള്ളാരക്കുന്ന് എന്ന് പറയും. അവിടെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടുണ്ട്, കോൺഫുദ റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നത്. ാണ് കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് കോൺഫുദയിൽ ചാർജിങ് മെഷീൻസും സോളാറും സ്ഥാപിക്കുന്നത്. 60 കിലോവാട്ടിൻ്റെ ഡ്യുവൽ ഗണ്ണുള്ള DC ഫാസ്റ്റ് ചാർജറും ഒപ്പം തന്നെ 7.5, 3.3 AC ചാർജേഴ്സും ഒപ്പം 50 കിലോവാട്ടിൻ്റെ സോളാർ പാനലും ഇത്രയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് കോൺഫുദ? നമ്മളിങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. കോൺഫുദ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കടലിലെ ജീവിയാണ്. ആ ജീവിയുടെ പേര് ഗ്രാമത്തിന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കോൺഫുദ റിസോർട്ട്സിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ അബൂബക്കർ ടി, അദ്ദേഹം വളരെ കാലം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും ഒരുപാട് കാലം മുമ്പ് തന്നെ 70കളിലൊക്കെ സൗദിയിൽ പോയി അവിടെ ഒരുപാട് കാലം ജീവിച്ച് അധ്വാനിച്ച് തിരിച്ചു വന്നപ്പോൾ ആ നാടിനോടുള്ളൊരു സ്മരണയ്ക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിന് കോൺഫുദ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. ഈ റിസോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഫിഷ് സ്പാ, അതുപോലെ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ഒരു സ്ഥലം, താമസിക്കാനുള്ള അടിപൊളിയായിട്ടുള്ള റൂംസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. കഫറ്റേരിയ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ടാണ് കോൺഫുദ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര അല്ലെങ്കിൽ കൊളംബിയറുമായിട്ട് എങ്ങനെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അപ്പോൾ കൽപ്പറ്റ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ അവിടെ നമുക്ക് ഉപയോഗിച്ച് കയറി സോളാർ എടുത്താൽ കാര്യമുണ്ടാവും. പിന്നെ അവിടെ വയനാട്ടിൽ അങ്ങനെ സോളാർ സ്റ്റേഷനൊന്നും ഇല്ലാനും. അപ്പോൾ അതുപോലെ നമ്മൾ അവിടുന്ന് നമ്മളെ കാറ് ചാർജ് ചെയ്യുക നമുക്ക് കിട്ടും എന്നുള്ള നിലക്കാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ നടക്കാൻ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ കാറും വണ്ടിയൊക്കെ വരുന്നുണ്ട്, അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്കവിടെ ഈ കാറ് ചാർജ് ചെയ്തിട്ട് പൈസ കിട്ടുന്നുണ്ട്. കോമ്പിയർ നമ്മളിവിടെ കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ടി കണ്ട് സിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചത് അങ്ങനെ കണ്ടെന്നുണ്ടോ. അപ്പോൾ അവരുടെ സർവീസൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നമ്മുടെ ഫിറ്റിംഗ് സർവീസിനൊക്കെ അവർ ചെയ്തുകൊണ്ടും അവർ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അവർ ഹാപ്പിയാണ് സംഗതി നമ്മൾ ചെയ്തതിന്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വിളിച്ചാൽ ഒക്കെ നേരിട്ട് വന്ന് അയച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഏകദേശം 1 വർഷമായി ചാർജ് ചെയ്യുന്ന. ഒന്നാമത്തെ ഇപ്പോൾ നമ്മൾ കറണ്ട് വണ്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വർദ്ധിച്ച് വരുമ്പോൾ നമുക്കാണെങ്കിൽ ഒന്നാമത്തെ ഇത് കുറച്ച് സമയവും വേണമല്ലോ. ഒരു വണ്ടി ഏതാണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 1 മണിക്കൂറൊക്കെ പിടിക്കും ഏതാണെങ്കിലും. അതപ്പോൾ സാധാരണ പെട്രോൾ അടിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് പോയിട്ട് റെസ്റ്റ് സൗകര്യം, ഇരിക്കാൻ സൗകര്യവും മറ്റും മറിച്ചൊക്കെ ഇത് നടക്കും. അല്ലാണ്ട് ഒരു സാധാരണഗതിയിലുള്ള സ്ഥലത്തൊന്നും നടക്കില്ല. അത്യാവശ്യം ഒരു പൈസ ആൾക്കാർക്കൊന്നും എടുക്കാൻ പറ്റുന്നത് 1 മണിക്കൂർ അവർക്ക് വിശ്രമിക്കാനും കുട്ടികളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തേ ഇത് പറ്റും. അല്ലാത്തത് ഇത് പിന്നെ ആളുകൾക്ക് പോയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് കൊണ്ടും ചെയ്ത് കൊണ്ടും സമയം പോലൊക്കെ പണിയാണ്. നമ്മളെ സർവീസ് സ്റ്റേഷൻ, ഞങ്ങളെ ചാർജിങ് സ്റ്റേഷൻ സംബന്ധിച്ചിടത്തോളം പറയാമെങ്കിൽ ഞങ്ങളുടെ റിസോർട്ടാണ്. അവിടെ ആൾക്കാർക്ക് താമസിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, കഫറ്റീരിയകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരാൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അങ്ങനത്തെ ഒരു സർവീസ് സ്റ്റേഷൻ ഈ ചാർജിങ് സ്റ്റേഷനൊന്നും ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ ധാരാളം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളെ ഈ മോട്ടോർ സൈക്കിളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കും ചാർജ് സ്റ്റേഷനുള്ള എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട്. റിസോർട്ട് കോൺഫുദ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. കോൺഫുദ റിസോർട്ടാണ്. ഈ കോൺഫുദ എന്ന് പറഞ്ഞ പേര് ഞാൻ സൗദി അറേബ്യയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, അല്ലാണ്ട് പ്രത്യേക സ്ഥലത്തിൻ്റെ പേരല്ലാതെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഇതാണ്. 1977, 78 കാലത്ത് പോയതാണ്. അപ്പോൾ ആ കാലത്ത് പോയിട്ട് അവിടെ അങ്ങനെ തുടങ്ങി നിന്ന് അവിടെ പോകുന്നത്, അവിടെ കച്ചവടം കാര്യമൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഇവിടെ പ്രസ് സമയത്ത് നടക്കുക വെച്ചാൽ നമ്മൾ ടൈം പാസിങ് സമയത്ത് നമുക്കൊരു ബിസിനസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വ്യവസായമാണല്ലേ, കുറച്ച് പ്രായമുണ്ട്.
അപ്പോൾ ആ നിലയ്ക്ക് നല്ല കാര്യമാണ്. നമുക്കാണെങ്കിൽ നമുക്ക് നടക്കാനും പിടിക്കാനൊക്കെ പോകാൻ പറ്റാതാണ്. ഇതൊരു വലിയ ലാഭമുള്ള ബിസിനസ്സല്ല. നമുക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മുടക്കിനനുസരിച്ച് കൊണ്ട് ലാഭമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് തന്നെയല്ല നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ നടക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിലൊക്കെ ഇത് ബ്ലോക്കായി പോകും. ഇലക്ട്രിസിറ്റി ഉണ്ടാവണം എപ്പോഴൊക്കെ നല്ല സ്ഥലത്ത് ഇലക്ട്രിസിറ്റി തന്നെ. ഇപ്പം മൊത്തത്തിൽ ഇലക്ട്രിസിറ്റിയൊക്കെ മെച്ചാണ് കേരളത്തിൽ. ഇപ്പോൾ ആദ്യത്തെ കൂട്ടല്ല ദിവസങ്ങളോളം കറണ്ട് ഇല്ലാത്ത സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ അല്ല, ഇപ്പോൾ കുറേ സമയമുണ്ട്. അപ്പോൾ വയനാട്ടിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോളാർ കറണ്ടിൻ്റെ നമ്മൾ കറണ്ട് ഇപ്പോൾ എന്താ അൺബ്രീഡോ അങ്ങനത്തെ പേര് പരിപാടിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ. നമ്മൾ സോളാറിൽ ഉണ്ടാകുന്ന കറണ്ട് ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അവർ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് കഴിച്ചിട്ട് ബാക്കി അധികം വന്നു കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് തരും. അല്ലെങ്കിൽ അധികം വരിക കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയാണ് കണക്ക്. നമ്മളിപ്പോൾ ഇത് 50 kVൻ്റെതാണ്. 50 kVൻ്റെ ചാർജിങ് സ്റ്റേഷന് ഏകദേശം ഒരു 200 വാൾട്ട് കറണ്ട് ദിവസം കിട്ടും. 200 യൂണിറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ശരിക്കും വണ്ടി വരികയാണെച്ചാലും 100 യൂണിറ്റ് കറണ്ടൊക്കെ വിറ്റ് പോയാലും 100 യൂണിറ്റ് കറണ്ട് നമുക്കാണ് റിസോർട്ടിൽ ഉപയോഗിക്കാൻ കഴിയും. സോളാർ അവർക്ക് കൊടുക്കുകയാണ്. അല്ലാണ്ട് സോളാർ ബാറ്ററി വെച്ചിട്ട് നമുക്ക് അവിടെ സോളാർ പിടിക്കുന്നത് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയില്ല. ഇവരെ കൂടാണ്ട് കൊടുക്കാൻ കഴിയില്ല. അവരെ അതിൻ്റെ വർക്കെല്ലാം ഒന്നായിട്ട് ഒരു കരാർ കൊടുത്ത് വെച്ചില്ല. അതേസമയത്ത് അവർ സർവീസും കാര്യങ്ങളൊക്കെ സാറാണ്. പക്ഷേ നമുക്ക് പരിചയമില്ലാതെ കൊണ്ടും അറിവുള്ളവരെ കൊണ്ടും നല്ലോണം ചെയ്യിക്കണമെന്നൊക്കെയാണ് ചെയ്യിച്ചത്. ഇപ്പോഴും നമ്മൾ വേറെ 1-2 സ്ഥലത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർ സംസാരിച്ച് നിൽക്കുകയാണ്. സോളാർ ഉള്ളത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാവുക. സോളാർ എന്തെങ്കിലും താഴെ റേറ്റോ പിന്നെ ഒക്കെ വരികയെച്ചാൽ പൊടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയും. അഥവാ നമ്മൾ വാഷ് ചെയ്ത് ഉണ്ടാക്കേണ്ട പ്രശ്നം വരും. പിന്നെ സോളാറിന് അവർ 25 കൊല്ലത്തിൻ്റെ വാറണ്ടിയോ സർവീസസിന് വേറെ വിൽപ്പനൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ട് ഇതുവരെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞാൽ അവർ വന്ന് വേഗം ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഷീൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് സാധ്യത ഉള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ടെക്നോളജിയിലും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്കൂറോട് ചാർജായി കിട്ടുന്നതിലൊന്നും ആൾക്കാരെ കിട്ടില്ല. പെട്ടെന്നായി കിട്ടാൻ ടെക്നോളജി എന്തെങ്കിലും വരും. അപ്പോൾ അതൊക്കെ ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആദ്യമൊക്കെ ഓരോരോ സംഗതികളും ഒരു ഫോൺ ചാർജ് ചെയ്താൽ ഇത്ര സമയം കിട്ടും. ഇപ്പം അതിനനുസരിച്ച് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കാറ് തന്നെ ഇപ്പോൾ വന്നത് 700 കിലോമീറ്റർ 800 കിലോമീറ്റർ ഒക്കെ ഉള്ള കാറുകൾ വന്ന് കൊടുക്കും ഒറ്റ ചാർജിങ്ങിൽ. ചാർജിങ്ങിൽ കഴിഞ്ഞാൽ വോൾവോ തന്നെയാണ് നല്ലത്. വോൾവോ എന്നാണെന്ന് കഴിഞ്ഞാൽ 5 ടാറ്റൻ്റെ പൈസ 6 ടാറ്റൻ്റെ പൈസ ഉണ്ട്. പിന്നെ അത് ഒരു ലക്ഷറി കാർ കൂടിയാണ് വോൾവോ. 400 കിലോമീറ്റർ കിട്ടും. 400 ആയാലും കിട്ടും. ഞാനിവിടുന്ന് എറണാകുളം കൊടുവണ്ടി ചാർജ് ചെയ്തിട്ട് എറണാകുളം പോയി വന്നിട്ട് ചാർജിങ് വണ്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ധൈര്യം ഇതാണ്. പോയി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ 22-ലാണ് ഒരു KSEBിൻ്റെ സർവീസ് സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടിവാരത്തുണ്ട് ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല നല്ല കമ്പനികളൊന്നും അല്ല ശരിയത്. അത് പ്രശ്നമാണ്. അതങ്ങോട്ട് പോയാൽ പിന്നെ വൈത്തിരിയാണ്. അതും KSEBിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതാണ്. നമുക്കൊരാൾ വന്നാൽ അവിടെ ആയൊക്കെ ഒരു പ്രശ്നങ്ങളുമില്ല. ഫ്രീ ആയിട്ട് തന്നെ അവിടെ കസാലയും കാര്യങ്ങളും ഇരിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിനെക്കാട്ടിലും ആൾക്കാർ അതുകൊണ്ടായിരിക്കണം നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്. സംരംഭവും വിചാരിച്ച അപ്പം തന്നെ നടക്കണമെന്നില്ല. പക്ഷേ മനസ്സിൽ നമ്മളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞും നിശ്ചയദാർഢ്യവും കഠിനപ്രയത്നവും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും അല്ലേ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെയാണ് അബൂബക്കർ ഹാജി. അദ്ദേഹവും ഒരുപാട് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഏകദേശം 10 വർഷമായി അദ്ദേഹം നാട്ടിൽ സെറ്റിലായിട്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ടെക്നോളജി കൂടുമ്പോൾ നമ്മളും അവരുടെ ഒപ്പം കൂടണം എന്ന നിലയിലാണ് EV ചാർജിങ് സ്റ്റേഷനും സോളാറും ഒക്കെ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബിസിനസ് സംരംഭം തുടങ്ങാം, EV ചാർജിങ് സ്റ്റേഷനും സോളാറുമല്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ വിവരങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.